ജനകീയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അത് നേരിട്ട് ഫോൺ വിളിച്ച് ഞങ്ങളെ അറിയിക്കാം. 048428430510 ഈ നമ്പറിൽ ഫോണിലൂടെ വിവരങ്ങൾ അറിയിക്കാം. ഏതെങ്കിലും വാർത്തകളോ ദൃശ്യങ്ങളോ ഒക്കെ അയക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സാപ്പ് വഴി ഈ ദൃശ്യങ്ങൾ എത്തിക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ അയച്ചു നൽകാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിൽ സമവായത്തിന് തയ്യാറായി കേന്ദ്ര സർക്കാർ. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാർ എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. ഒറ്റ തെരഞ്ഞെടുപ്പ് ഫെഡറലിസത്തിന് വെല്ലുവിളി എന്നാണ് CPIഎമ്മിന്റെ നിലപാട്. BJPക്ക് ഒരിക്കലും പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് ചർച്ചകൾ സജീവമായത്. തീരുമാനം നടപ്പാക്കണമെങ്കിൽ 18 ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾക്ക് പാർലമെന്റും പകുതി സംസ്ഥാന നിയമസഭകളും അനുമതി നൽകണം. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനയുടെ 83-ാം അനുച്ഛേദവും നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുന്ന 172-ാം അനുച്ഛേദവും ഭേദഗതി ചെയ്യണമെന്നാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശ. ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ 368-ാം അനുച്ഛേദമനുസരിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ സഭയിൽ സന്നിഹിതരായ 2/3 അംഗങ്ങളുടെ പിന്തുണയും വേണ്ടിവരും. ലോക്സഭയിൽ 543 അംഗങ്ങളും ഹാജരാകുന്ന പക്ഷം 2/3 ഭൂരിപക്ഷത്തിനായി 362 വോട്ടുകൾ ആവശ്യമാണ്. നിലവിൽ 293 അംഗങ്ങളുള്ള NDAക്ക് 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ ലോക്സഭയിൽ 100-ൽ കൂടുതൽ അംഗങ്ങൾ ഹാജരാകാതിരിക്കുകയോ NDA ഇതര കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയോ വേണം. രാജ്യസഭയിലും സമാനമായ പ്രതിസന്ധി നിലവിലുണ്ട്. രാജ്യസഭയിൽ NDAക്ക് 115 MPമാരാണുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 MPമാരുടെ പിന്തുണ കൂടിയായാൽ 121 MPമാരുടെ പിന്തുണയാകും. ഇന്ത്യ സഖ്യത്തിന് രാജ്യസഭയിൽ 85 MPമാരുണ്ട്. രാജ്യസഭയിൽ ആകെയുള്ള 280 അംഗങ്ങളും ഹാജരായാൽ 2/3 ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 164 MPമാരുടെ പിന്തുണ ആവശ്യമാണ്. ഇത് മുന്നിൽ കണ്ടാണ് സമവായത്തിനുള്ള സർക്കാർ നീക്കം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവരെ മറ്റു പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തി. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് നീക്കമെന്ന് BJP ആവർത്തിച്ചു. वन नेशन वन इलेक्शन देश के हित में है, वोटर्स के हित में है, खर्चा कम होगा, वोटर्स को सहूलियत होगी. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി ചർച്ച നടത്താനാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ലെന്നും ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന തീരുമാനം BJPക്ക് ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ലെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. ഒറ്റ തെരഞ്ഞെടുപ്പ് നയം പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചു. 2021 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം അവതരിപ്പിക്കുമ്പോഴത്തേതിനേക്കാൾ കരുത്തുറ്റ പ്രതിപക്ഷമാണ് ഇന്ന് പാർലമെന്റിലുള്ളത്. അപ്രായോഗികം എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആശയത്തെ നേരിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സമവായ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നതും. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിലവിലെ നമ്മുടെ സംവിധാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതൊരു സമയത്ത് നടക്കുന്നു. പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ്, നിയമസഭകളിലേക്കൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വേറൊരു സമയത്താണ്. ഈ സംവിധാനമാകെ ഉടച്ചു വാർത്ത് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പൊതുജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. പ്രതികരണങ്ങൾ. നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ലല്ലോ, എല്ലാവരും തീരുമാനിക്കുന്നു, നടത്തുന്നു, അത്രേ ഉള്ളൂ. അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. കേന്ദ്ര ഭരണത്തിന്റെ തീരുമാനമല്ലേ, അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ, അല്ലാണ്ട് വേറെ നടക്കൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാലും നടക്കുമോ? നടക്കൂല. എനിക്ക് അഭിപ്രായമില്ല. അല്ല, അത് നല്ല കാര്യമല്ലേ? എന്തിനാ ഭാരിച്ച ചെലവല്ലേ, എല്ലാത്തിനും ചെലവല്ലേ? ഈ സാധാരണക്കാരനെ പോലുള്ള ഒരു ഇതിന് പട്ടിണി കിടക്കണം, ചെരുപ്പില്ലാണ്ട് വരെ ആളുകൾ നടക്കണ്ട്, വീടില്ലാതെ ഒരുപാട് പേര് നടപ്പുണ്ട്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിക്കട്ടെ ഈ പൈസയൊക്കെ എടുത്ത്. എങ്ങനെ ഭരിച്ചാലും ഇവര് നന്നാവില്ലല്ലോ. നല്ല കാര്യം, ആരും തമ്മിൽ തല്ലി ചാവൂല്ല. യോജിക്കുന്നുണ്ട്, അത് നല്ലതാണല്ലോ, അതാണ് വേണ്ടത്. അതാണ് മോദി സർക്കാർ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. നല്ല കാര്യമാണത്. ഒരിക്കലും യോജിക്കുന്നില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വീണ്ടും സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. നല്ലതാണ്. കാരണം ഈ പല ചെലവുകളെല്ലാം കുറയില്ലേ. ഓരോ ഇലക്ഷൻ എന്തുമാത്രം ചെലവാവണേ.
അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല. ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ആ ഫെഡറൽ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയ്ക്ക് അനുയോജ്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനവും ആവശ്യമാണ്. നല്ല അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തികമായിട്ട് ശരിക്കും 2 ലക്ഷം നടക്കുമ്പോഴോ പൈസ കാണാൻ പോകും. ഇതിൽ ഏറ്റവും നല്ല തീരുമാനമാണ്. വ്യക്തിപരമായിട്ട് എതിർക്കുകയാണ്. നമ്മൾ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടുവരുന്ന ചില പ്രക്രിയകളും ചില ക്രമങ്ങളും ഉണ്ട്. അതനുസരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കത്തോട് സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. എതിർത്തും അനുകൂലിച്ചും ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ടോമി പുത്തൻപുരക്കൽ പറയുന്ന ഒറ്റ തെരഞ്ഞെടുപ്പ് പാടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണങ്ങൾ. അത് പല ഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുള്ളതാണ്. എതിർത്തും അനുകൂലിച്ചുമുള്ള വാദങ്ങളുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇനി മലപ്പുറത്തേക്ക് പോകുന്നു. മലപ്പുറത്ത് എംപോക്സ് ബാധയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എംപോക്സ് ബാധിച്ച രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 23 പേർ സമ്പർക്ക പട്ടികയിലും 43 പേർ നിരീക്ഷണത്തിലുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രോഗലക്ഷണങ്ങളുമായി കേരളത്തിൽ വന്ന 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതേസമയം 267 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിൾ ആണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് 23 പേരാണ്. അപ്പോൾ ആ 23 പേര് അവര് സെൽഫ് മോണിറ്ററിംഗ് കൂടിയാണ്. കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി മലപ്പുറത്തുനിന്ന്. വിപിൻ, ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നല്ലേ ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്ന? വിപിൻ, അതെ, നിപ്പയിലും എംപോക്സിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എംപോക്സിനെ സംബന്ധിച്ച് 23 പേർ സമ്പർക്ക പട്ടികയിലുള്ള പരമാവധി ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ രോഗി സഞ്ചരിച്ച വിമാനത്തിന്റെ മുന്നിലെ 3 വരികളും അതുപോലെ തന്നെ പിന്നിലേക്കുള്ള 3 വരികളിലുമുള്ള 43 പേരെ ഇതിനോടകം തന്നെ അവരെ നിരീക്ഷണത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അവർ പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, പലരും വിദേശത്താണ്. ഇവരെ വീടുകളിലുള്ള അഡ്രസ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇവരെയൊക്കെ ഒരു നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രോട്ടോകോൾ പ്രകാരം അവരെ നിരീക്ഷണത്തിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമ്പർക്കത്തിലുള്ള 23 പേർക്കും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഐസൊലേഷനിൽ കഴിയുന്ന രോഗിയുടെ നിലയും തൃപ്തികരമാണ്. ഈ എംപോക്സ് വന്നത് വിദേശത്ത് റൂമിൽ താമസിച്ചതിൽ നിന്നാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 6 പേരും ഇപ്പോൾ അവിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരും അവിടെ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ ഈ നിപ്പയെ സംബന്ധിച്ച് 267 പേരാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. ആശുപത്രിയിൽ വെച്ച് ഈ രോഗിയുമായി ഹസ്തദാനം നടത്തിയ ഒരാൾ കൂടി ഇന്ന് നിരീക്ഷണത്തിലേക്ക് വരികയും ചെയ്തു. 37 പേരുടെ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. ഈ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് പഴങ്ങൾ കഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് അതിന്റെ കത്ത് കൊടുക്കുകയും ചെയ്യും. എംപോക്സിനെ സംബന്ധിച്ച് ഇനി ഇത് ഏതു വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പരിശോധന കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഫലം വരുന്നതോടുകൂടി ഏത് വകഭേദമാണ് B1 ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്നത് B1 എന്ന വകഭേദമാണ്. അതാണെങ്കിൽ കൂടുതലായി നമ്മൾ അതിജാഗ്രതയിലേക്ക് പോവുകയും കൂടുതൽ നിരീക്ഷണത്തിലേക്ക് പോവുകയും വേണ്ടിവരും. എന്നാൽ B2 ആണ് എന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് കോൺടാക്ട് ആണെങ്കിൽ മാത്രമായിരിക്കും ആ രോഗം മറ്റൊരാൾക്ക് പടരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് ആശ്വാസകരമായ ഒന്നായിരിക്കും. പക്ഷേ അത് ഏത് വകഭേദമാണ് എന്ന് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളത്തോടു കൂടിയോ അതിന്റെ റിസൾട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. അപ്പോൾ എംപോക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാണ്. എന്തെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് നോക്കാം. ഗൂഗിൾ രവി തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. 1958 ഡെൻമാർക്കിൽ പരീക്ഷണങ്ങൾക്കായുള്ള കുരങ്ങുകളിലാണ് മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത്. 1970 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിലാണ് ആദ്യമായി രോഗം മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത്. വസൂരിക്ക് കാരണമാകുന്ന ഓർത്തോപോക്സ് വൈറസ് ജനുസിൽപ്പെട്ടതാണ് മങ്കി പോക്സ് വൈറസ്. ക്ലേഡ് 1, ക്ലേഡ് 2 എന്നിങ്ങനെ 2 വകഭേദങ്ങളാണ് വൈറസിനുള്ളത്. വൈറസ് ബാധ ഉണ്ടായാൽ 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. എന്താണ് ലക്ഷണങ്ങൾ? കടുത്ത പനി, പേശീവേദന,
ലിംഫ് നോഡുകളിലെ വീക്കം, തലവേദന, ത്വക്കിൽ പഴുപ്പും ചൊറിച്ചിലും വേദനയുമുള്ള കുമിളകൾ, തടിപ്പുകൾ, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കകം ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലും കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നു. കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നിവിടങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട്. രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. എംപോക്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിന് സാധ്യത കൂടുതലാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ് രോഗം പകരുന്നത്. രോഗികളുമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അടുത്തിടപഴകുന്നവർക്ക് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. രോഗികളെ പരിചരിക്കുന്നവർ മുൻകരുതൽ സ്വീകരിക്കണം. അണുബാധിതരായവരുമായോ രോഗം ബാധിച്ച മൃഗങ്ങളുമായുള്ള ശാരീരിക സമ്പർക്കത്തിലൂടെയോ എംപോക്സ് പകരാം. കുരങ്ങ് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും എംപോക്സ് മനുഷ്യരിലേക്ക് പകരും. എംപോക്സിന് ചികിത്സയുണ്ട്. വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക, രോഗം മൂലമുള്ള സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എംപോക്സ് ലക്ഷണങ്ങളുള്ളയാളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും നിരീക്ഷണത്തിൽ വെക്കുകയും വേണം. എംപോക്സ് ബാധിതനാണെങ്കിൽ വ്രണങ്ങളും തടിപ്പുകളും പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം. രോഗം ഭേദമാകാൻ 2 മുതൽ 4 ആഴ്ച വരെ സമയമെടുത്തേക്കും. എംപോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള വാക്സിനുകളുമുണ്ട്. MVA-BN, LC16, ACAM 2000 എന്നീ 3 വാക്സിനുകളാണ് എംപോക്സ് പ്രതിരോധത്തിനായി WHO ശുപാർശ ചെയ്യുന്നത്. എംപോക്സ് ഉള്ള ആളുമായി സമ്പർക്കം പുലർത്തിയാൽ 4 ദിവസത്തിനുള്ളിൽ വാക്സിൻ നൽകണം. 2022 ക്ലേഡ് 2B വൈറസ് വകഭേദമാണ് രോഗവ്യാപനത്തിന് കാരണമായതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപനശേഷിയുള്ള ക്ലേഡ് 1B വകഭേദമാണ് വ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത പഴയ വകഭേദത്തിനേക്കാൾ 10% കൂടുതലാണ്. ഓർക്കുക, ജാഗ്രത വേണം, ആശങ്ക വേണ്ട. അപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും വിശദീകരിക്കുകയുണ്ടായി. നമ്മളിനി പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തേക്കാണ്. കേസ് ഡയറി. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെക്കുറിച്ച് പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. അജ്മൽ ക്രിമിനൽ അല്ലെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരം ഉള്ളതാണോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. 24 എക്സ്ക്ലൂസീവ്. ചികിത്സയ്ക്കായി എത്തിയ അജ്മലുമായി എപ്പോഴോ സൗഹൃദത്തിലായെന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി. സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു അജ്മൽ സൗഹൃദം സ്ഥാപിച്ചത്. രണ്ട് മാസമായതേയുള്ളൂ ഇരുവരും തമ്മിൽ ഇത്ര ആഴത്തിൽ സൗഹൃദമായിട്ട്. പക്ഷേ അജ്മൽ ക്രിമിനൽ എന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി. അജ്മലും താനും മദ്യം ഉപയോഗിക്കാറുണ്ട്. പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമെന്നും ശ്രീകുട്ടിയുടെ മൊഴിയിൽ വ്യക്തമാകുന്നു. അപകടം നടക്കുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാനായിരുന്നു ശ്രമമെന്നും ശ്രീകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. എന്നാൽ ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞു. പിന്തുടരുന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും അജ്മൽ മൊഴിയിൽ പറയുന്നു. പ്രതികളായ ശ്രീകുട്ടിയും അജ്മലും ചേർന്ന് നിരവധി തവണ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് രാസലഹരി ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒരു യുവ വനിതാ ഡോക്ടർ എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെട്ടത്? ആരാണ് ഡോക്ടർക്ക് രാസലഹരി എത്തിച്ചു നൽകിയത്? ചോദ്യങ്ങൾ അങ്ങനെ നിരവധി ബാക്കിയാകുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ വ്യക്തത വരൂ. പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പരിശോധന നടത്താനും പോലീസ് തീരുമാനമെടുത്തു. ശ്രീകുട്ടി ജോലി ചെയ്ത ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മൽ. ഇത് ആശുപത്രിയിലെ ജീവനക്കാരും പോലീസിനോട് സമ്മതിക്കുന്നു. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസ് ഉടൻ കൈമാറും. ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും മൊഴികൾ നമുക്ക് ഭയമുണ്ടാക്കുന്നതാണ്. ഡോക്ടർ ശ്രീകുട്ടിയെപ്പോലുള്ള ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഇടങ്ങളിൽ
എന്ത് വിശ്വസിച്ചാണ് നാം പോവുക? കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ ശ്രീകാന്ത് പി എസിനൊപ്പം അരുൺ രാജ്, 24. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ CPIഎമ്മിന് പരാതി നൽകി പി ശശിക്കെതിരെ CPIഎമ്മിന് പരാതി നൽകി PV അൻവർ MLA. ദൂതൻ വഴി ഇന്നലെയാണ് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയൻ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു PV അൻവർ? ഉന്മേഷ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ നേരത്തെ തന്നെ PV അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊന്നും തന്നെ ഇതുവരെയും പാർട്ടിയുടെ മുന്നിൽ ഒരു പരാതിയായി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു LDF കൺവീനർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇതിന് ബദലായിട്ടാണ് ഇപ്പോൾ പരാതിയായി തന്നെ PV അൻവർ രംഗത്ത് വരികയും അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ അത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പരാതി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നു. ഇനി നടപടി എടുക്കേണ്ടത് പാർട്ടിയാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഒരു ഗാഢത കുറച്ചിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അതിശക്തമായി തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. പ്രധാനമായും RSS ADGP കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒതുക്കിവെച്ചു. അതുപോലെ തന്നെ ആശ്രമം കത്തിച്ച കേസിൽ അടക്കമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊന്നും തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല. അതെല്ലാം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുക്കുന്നു എന്നുള്ള ഒരു പരാതിയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം പോലീസിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നതിലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം കൂടി അടങ്ങിയ പരാതിയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ഈ ആരോപണങ്ങൾക്കപ്പുറം എന്തെങ്കിലും തെളിവുകളുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും കൈമാറിയതായി വിവരമുണ്ടോ ബിബിൻ? നിലവിൽ തെളിവുകളായി കൈമാറിയിട്ടില്ല. ഈ പരാതി മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതലായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം അല്ലെങ്കിൽ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ADGPക്കെതിരെയുള്ള പരാതികളും ഒക്കെയും CPMന് കൈമാറിയിരുന്നു എന്നുണ്ടെങ്കിലും പാർട്ടിക്കും അല്ലെങ്കിൽ സർക്കാരിന് തന്നെ കൈമാറിയിരുന്നു എന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു നടപടിയും അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം അന്നു മുതൽ തന്നെ അൻവർ ഉന്നയിക്കുന്നതുമാണ്. എന്നാൽ അദ്ദേഹത്തെ ഇതുവരെയും സർക്കാർ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തയ്യാറായിട്ടില്ല. ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാതി, അതിന്റെ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുകയും അത് ഒരു പരാതിയായി തന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് തെളിവുകളായി കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ മുക്കുന്നു. ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ശരി വിപിൻ, ഏതായാലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതി, ആ പരാതി MV ഗോവിന്ദന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് PV അൻവർ MLA. നമ്മളൊരു ജനകീയ വിഷയത്തിലേക്ക് ഇനി കടക്കുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ കാട്ടുപോത്ത് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്ന വാർത്ത വരുന്നു. കാട്ടുപോത്തിനെ തുരത്താനുള്ള നടപടികൾ നാളെ തുടങ്ങും എന്ന വനം വകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ വിജയനുണ്ട് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് വനം വകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പ്? രാഹുൽ, ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയം DFO നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന അക്രമകാരിയായ കാട്ടുപോത്തിനെ തുരത്തുന്നതിനുള്ള നടപടി നാളെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുന്നുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഈ കാട്ടുപോത്തിനെ തുരത്താൻ വേണ്ടിയുള്ള നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഇതിനെ വനമേഖലയിലേക്ക് ആദ്യം തുരത്താനുള്ള ശ്രമം നടത്തും. പിന്നെയും അത് ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തോട്ടം മേഖലയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വനംവകുപ്പ് ഏറ്റെടുക്കുമെന്നും അത് ഉടൻ തന്നെ കൈമാറുമെന്നുള്ള ഉറപ്പുകൂടി ഈ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ധാരണയായതുകൊണ്ടാണ് ഇന്ന് ഈ വണ്ടിപ്പെരിയാർ 66-ാം മൈലിൽ തുടങ്ങിയ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ എന്തായാലും തീരുമാനമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ കാട്ടുപോത്ത് ഈ തോട്ടമേഖലയിൽ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന്. രവികുമാർ PB ഒരു വിഷയം അറിയിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ഇരുമ്പ് പാലം അടച്ചിട്ട് വർഷങ്ങളായി. ഇത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് പുതുക്കി പണിതാൽ ഗതാഗത കുരുക്ക് അവിടെ കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. റീന സതീശൻ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരിച്ചെത്തുന്നവരെ സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനത്തിലുള്ളവരുടെ അശ്രദ്ധ ജീവനെടുക്കുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നുവെന്നാണ് റീന സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ആശങ്കയാണ് പങ്കുവെക്കുന്നത്.
അടുത്തൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിയതോടെ 1 മാസത്തിന് ശേഷം നാളെ ദൗത്യം പുനരാരംഭിക്കാൻ പോവുകയാണ്. അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഇപ്പോൾ. രണ്ടു മാസമായി തുടരുന്ന തിരച്ചിൽ, വിവിധ സേനാ വിഭാഗങ്ങളും ശാസ്ത്രീയ പരിശോധനകളും അടങ്ങിയ ദൗത്യദിനങ്ങൾ, പ്രതികൂലമായ കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കും തീർത്ത അനിശ്ചിതത്വം. ഒടുവിൽ ഷിരൂർ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുഴക്കടിത്തട്ടിലെ മണ്ണും കല്ലുകളും തടസ്സമായതിനെ തുടർന്ന് തെരച്ചിൽ നിർത്തി 1 മാസത്തിന് ശേഷമാണ് ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്നും ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഫലമുണ്ടാകുമെന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഗംഗാവലിപ്പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയിടത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. തുടർന്ന് റഡാർ, ഡ്രോൺ പരിശോധനകളിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് കടക്കും. പുഴയ്ക്കടിയിലെ മണ്ണ് നീക്കം ചെയ്താൽ ദൗത്യസംഘത്തിന് ആഴത്തിലുള്ള തിരച്ചിൽ സാധ്യമാകും. നാവികസേനയും ഈശ്വർ മാൽപെ സംഘവും ഇതിനായി ഏതു നിമിഷവും തയ്യാറാണ്. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണെന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. നിലവിൽ തിരച്ചിലിന് ഷിരൂരിൽ കാലാവസ്ഥയും അനുകൂലമാണ്. 2 മാസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേർ അർജുൻ, ലോകേഷ്, ജഗന്നാഥ്. ഇവർക്ക് എന്തു സംഭവിച്ചുവെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കണം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഷിരൂരിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മൾ നേരത്തെ നൽകിയ വാർത്ത അത് ഷിരൂരിൽ നിന്നായിരുന്നു. ഷിരൂരിൽ നാളെ ദൗത്യം പുനരാരംഭിക്കുകയാണ് എന്നുള്ള വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിൽ മിനി ബാബു ചോദിക്കുന്നുണ്ട്, ഡ്രഡ്ജർ കൊണ്ടുവന്നു തിരച്ചിൽ തുടങ്ങിയാൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നുള്ളതാണ് മിനി ബാബുവിൻ്റെ ചോദ്യം. ഒപ്പം നാളെ ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ലൈവ് ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായും നാളെ ഷിരൂരിൽ നിന്ന് ആ ദൗത്യം തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നാണ് മിനി ബാബുവിനെയും പ്രേക്ഷകരെയും അറിയിക്കാനുള്ളത്. ഇതോടെ പൊതുജന കഴുതലുള്ള എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്. ഇനി കൂരായണം കാണാം. നമസ്കാരം.